തെന്നിന്ത്യൻ താരം സിൽക്ക് സ്മിതയുടെ ജീവിതം വീണ്ടും സിനിമയാകുന്നു. സിൽക്ക് സ്മിത ക്യൂൻ ഓഫ് ദ സൗത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം തുടങ്ങുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. ഇന്ത്യൻ വംശജയായ ഓസ്ട്രേലിയൻ അഭിനേതാവും മോഡലുമായ ചന്ദ്രിക രവിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിത്രം സംവിധാനം ചെയ്യുന്നത് STRI സിനിമാസിന്റെ ബാനറിൽ ജയറാം ശങ്കറിനാണ്. വിദ്യാ ബാലന്റെ ഡേറ്റി പിക്ചർ എന്ന ചിത്രത്തിനു ശേഷമാണ് വീണ്ടും സിൽക്ക് സ്മിതയുടെ കഥ പറയുന്ന സിനിമ എത്തുന്നത്. വിജയലക്ഷ്മി എന്നായിരുന്നു ശരിക്കും പേര്. പക്ഷേ കൂടുതൽ അറിയപ്പെട്ടിരുന്നത് സിൽക്ക് സ്മിത എന്നാണ്. ആന്ധ്രാപ്രദേശിൽ ഏളൂർ എന്ന ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സ്മിത മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകൾ കൂടാതെ ചില ബോളിവുഡ് സിനിമകളുമായി വേഷമിട്ടു. സിനിമാ വ്യവസായ രംഗത്തേക്ക് കടന്നുവന്ന വിജയലക്ഷ്മി 1979 തമിഴ് ചലച്ചിത്രമായ വണ്ടിച്ചക്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഒരു സെക്സ് സിംബലായി മാറിയ സിൽക്ക് 1980കളിൽ ഇത്തരം വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള അഭിനേത്രിയായി മാറി. 17 വർഷക്കാലം നീണ്ടുനിന്ന തന്റെ അഭിനയ ജീവിതത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ഏകദേശം 450-ലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. 1996 സെപ്റ്റംബർ 23-ന് ചെന്നൈയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സിൽക്ക് സ്മിതയെ കണ്ടെത്തുകയായിരുന്നു. ഇതിനിടയിൽ നടിയുടെ ജീവിതത്തിൽ സംഭവിച്ച നാം കേട്ടിട്ടില്ലാത്ത ചില കഥകളിലൂടെയും ചിത്രം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നുവെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ സ്മിതയുടെ ഐക്കോണിക് പോസ് പുനഃസൃഷ്ടിച്ചിരുന്നു. ചിത്രം അടുത്ത വർഷം തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങി 5 ഭാഷകളിൽ റിലീസ് ചെയ്യും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.